الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. إلهي لست للفردوس أهلا ولا أقوى على نار الجحيم، فهب لي توبة أغفر ذنوبي فإنك غافر الذنب العظيم. توبة طالبت منك يا شفيع المذنبين، ثوبي طاهر عن سواك سيدي خير النبي. الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله. ഏറ്റവും സ്നേഹം നിറഞ്ഞ മുതഅല്ലിം സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. ഇത്തിഖാഫിന്റെ നിയ്യത്തോടെ ഈ പള്ളിയിൽ ഇരിക്കുന്നത് ഉത്തമ കർമ്മമായിട്ട് നമ്മളിൽ നിന്നും അല്ലാഹു സ്വീകരിക്കട്ടെ. ഇതിന്റെ എല്ലാ മിസ്ല് സവാബ് നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയത്, പ്രത്യേകിച്ച് നമ്മുടെ നൂറാനി സുഹൃത്തുക്കൾ, നമ്മുടെ മശായിഖന്മാർ, ഉസ്താദന്മാർ, മാതാപിതാക്കൾ, കുടുംബക്കാര്, എല്ലാവരുടെയും ഹദറാത്തുകളിലേക്ക് അല്ലാഹു തആല എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാൻ മാസം 1/3 ഭാഗം അത് പൂർത്തീകരണമായി അല്ലേ? റഹ്മത്തിന്റെ 10 കഴിഞ്ഞുപോയി. അതുകൊണ്ട് റഹ്മത്ത് ചോദിക്കാൻ പറ്റൂല എന്നുണ്ടോ? ഇല്ല. റഹ്മത്തിന് സ്പെഷ്യൽ വെച്ച് കഴിഞ്ഞാൽ 10 കഴിഞ്ഞേ ഉള്ളൂ. റഹ്മത്ത് എപ്പോഴും ചോദിക്കണം, മരിക്കുന്നത് വരെ. റഹ്മത്ത് കൊണ്ടാണ് നമ്മളെല്ലാവരും ജീവിച്ചു പോകുന്നത്. റഹ്മത്തില്ലാതെ, അള്ളാഹുവിന്റെ കാരുണ്യമില്ലാതെ നമുക്ക് ഒരു വിരൽക്കൊടി ചലിപ്പിക്കാൻ സാധിക്കില്ല, അല്ലേ? ഒന്നിനും കഴിയില്ല. അള്ളാഹുവിന്റെ അപാരമായ റഹ്മത്ത് കൊണ്ടാണ് നമ്മളെല്ലാവരും ഇത്ര സുഖസൗഖ്യത്തിൽ ജീവിച്ചു പോകുന്നത്. അപ്പൊ ഏറ്റവും പ്രധാനമാണ് റഹ്മത്തിനെ ചോദിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് റഹ്മത്തിന് ആദ്യം വെച്ചത്. റഹ്മത്ത് ഉണ്ടെങ്കിലേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അള്ളാഹുവിന്റെ റഹ്മത്ത് ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോ റഹ്മത്തിനെ നമ്മൾ ചോദിച്ചു വാങ്ങേണ്ടത്, നമുക്ക് നല്ല തഖ്വയുണ്ടാകണം, നമ്മുടെ ഹൃദയം ശുദ്ധി ഉണ്ടാകണം, നമ്മുടെ ശരീരത്തിന് അതുപോലെ ആരോഗ്യം വേണം, നമ്മുടെ കുടുംബങ്ങൾക്ക് ആരോഗ്യം വേണം, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട സകല ചുറ്റുപാടുകൾക്കും നല്ല സൗഖ്യവും സുഖവും ഉണ്ടാകണം. നമ്മളെല്ലാവരും ഇൽമു പഠിക്കുന്ന മുതഅല്ലിമുകളാണ്. എന്തിനാണ് നമ്മൾ ഇൽമു പഠിക്കുന്നത്?
ഇൽമു പഠിക്കുന്നവർക്കുള്ള സ്ഥാനം എത്രയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കൽ മലായിക്കത്തുകളെ മുഴുവനും ഒരുമിച്ച് കൂട്ടിയിട്ട് അവിടുന്ന് മലായിക്കത്തുകളോട് മുശാവറ ചെയ്തു. എന്താണ് മുശാവറ ചെയ്തത്? വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ ഖാലൂ അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു الدماء ونحن نسبح بحمدك ونقدس لك قال إني أعلم ما لا تعلمون. എന്താ മലായികത്തുകളോട് അല്ലാഹു തആല ചോദിച്ചത്? ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഞാൻ എൻ്റെ ഖലീഫയായിട്ട് ഞാൻ ചില ആളുകളെ ഭൂമിയിലേക്ക് അയക്കട്ടെയോ? മലായികത്തുകൾ ചോദിച്ചു, ഖാലു അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു الدماء, ഫിത്നയും ഫസാദും രക്തച്ചൊരിച്ചിലും ഉണ്ടാക്കുന്ന ഒരു സമൂഹത്തിനെ ഇനി ഭൂമിയിലേക്ക് വേണോ? ഇനിയും വേണോ? മീൻസ് ഇതിന്റെ മുമ്പ് മറ്റേതോ ഒരു സമൂഹം ഇവിടെ രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കിയിരുന്നു, ഇനിയും ആവർത്തിക്കണോ? അല്ലാഹു തആല പറഞ്ഞു, ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങളെ അറിയുന്നവനാണ് ഞാൻ. എന്നിട്ട് അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടച്ചു. എന്നിട്ട് വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ ثم عرضهم على الملائكة فقال أنبئوني بأسماء هؤلاء إن كنتم صادقين. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഈ ലോകത്തുള്ള സർവ്വ ചരാചരങ്ങളുടെയും പേരുകൾ അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് മലായികത്തുകളോട് ചോദിച്ചു, അല്ലയോ മലായിക, നിങ്ങൾ ഈ വസ്തു വകകളുടെ എല്ലാം പേരുകൾ പറഞ്ഞു തരണം. ഖാലൂ സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ, അല്ലാഹുവേ നീ പഠിപ്പിച്ചു തന്നതല്ലാത്ത ഒരു കാര്യവും ഞങ്ങൾക്ക് അറിയുകയില്ല. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞു കൊടുക്കാൻ പറയുന്നു, ഖാല യാ ആദമു അൻബിഉഹും ബിഅസ്മാഇഹിം ഫലമ്മാ അൻബഅഹും ബിഅസ്മാഇഹിം قال ألم أقل لكم إني أعلم غيب السماوات والأرض وأعلم ما تبدون وما كنتم تكتمون. അല്ലാഹു പടച്ചു വെച്ച സകല ചരാചരങ്ങളുടെയും പേരുകൾ മലായികത്തുകളുടെ മുന്നിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു. അല്ലാഹു പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടില്ലയോ നിങ്ങൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അറിയുന്നവനാണ് ഞാൻ. അപ്പൊ ഇൽമുണ്ടെങ്കിൽ ആരെയും നമുക്ക് കവച്ചു വെക്കാൻ സാധിക്കും. മനുഷ്യൻ മിക്സ്ഡ് ആയിട്ടാണ് പടക്കപ്പെട്ടത്. മലായികത്തുകൾ എങ്ങനെയാ? മലായികത്തുകൾ എപ്പോഴും അല്ലാഹുവിനെ ആരാധിക്കുന്നവരാണ്. അവരെപ്പോഴും അല്ലാഹുവിനെ ആരാധിക്കുക എന്നുള്ള ചിന്തയല്ലാതെ വേറൊരു കാര്യവും അവർക്കില്ല. ചില മലായികത്തുകൾ എപ്പോഴും അല്ലാഹുവിന് വേണ്ടി നിന്ന് നിസ്കരിക്കുന്നവരാണ്. ചിലരെപ്പോഴും റുകൂഇലാണ്, ചിലർ ഇഅ്തിദാലിലാണ്, ചിലരെപ്പോഴും സുജൂദിലാണ്. ഇങ്ങനെ അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുക. എന്നാൽ മനുഷ്യൻ ജിന്നുകളോ വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യന്മാരും ജിന്നുവർഗങ്ങളും അവർ മിക്സ്ഡ് ആണ്. മനുഷ്യന്മാർക്ക് രണ്ട് സ്വഭാവം ഉണ്ടാവും.
ഒന്ന് പൈശാചികമായിട്ടുള്ള സ്വഭാവത്തിലേക്ക് മനുഷ്യനെത്താൻ കഴിയും. മലായികത്തുകളെക്കാൾ ഉന്നതമായ സ്ഥാനവും മനുഷ്യന് നേടിയെടുക്കാൻ സാധിക്കും. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഉലൈക കൽ അൻആമി ബൽ ഹും അളൽ. ചില മനുഷ്യന്മാർ മൃഗങ്ങളെ പോലെയാണ് എന്നല്ല, മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചവരാണ്. നമ്മൾക്ക് പല കാഴ്ചകളും കാണാൻ സാധിക്കുന്നില്ലേ ഈ ലോകത്ത്? മനുഷ്യന്മാർക്ക് യോജിച്ചതല്ലാത്ത എന്തെല്ലാം സ്വഭാവങ്ങളാണ്, എന്തെല്ലാം ഫയൽസുകളാണ് ഇന്ന് നമുക്ക് മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടത് അല്ലേ? ഇതിന്റെ പേരുകളൊന്നും പറയേണ്ടതില്ലല്ലോ. അത്രയും മനുഷ്യൻ നശിച്ചുപോയി, മൃഗങ്ങൾക്ക് പോലും ചെയ്യാൻ പറ്റാത്ത അത്രയും കാഠിന്യമുള്ളവർ. എന്നാൽ ഇതേ മനുഷ്യന്മാർ തന്നെയാണ് ലോകത്ത് സർവ്വ വിപ്ലവങ്ങൾക്കും നാന്ദി കുറിച്ചത്. ഏറ്റവും വലിയ ഉന്നതമായ സംസ്കാരങ്ങൾക്ക് നാന്ദി കുറിച്ചത് മനുഷ്യന്മാർ തന്നെയാണ്. എന്തുകൊണ്ടാണ്? അള്ളാഹുവിനെ കൃത്യമായിട്ട് പഠിച്ചു, അവന്റെ പ്രവാചകന്മാര് പറഞ്ഞതനുസരിച്ച് ജീവിച്ചു. അതുതന്നെയാണ് നമുക്കും വേണ്ടത്. പരിശുദ്ധമായ റമദാൻ മാസം നമ്മളിലേക്ക് ആഗതമാകുമ്പോൾ നമ്മൾ ഒരുപാട് തവണ കേട്ട ആയത്താണ്, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. അവിടേക്കാണ് നമ്മൾ വരേണ്ടത്. ഞാൻ ഇത്രയും പറഞ്ഞത് അവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ ഭയഭക്തിയുള്ളവർ ആകാൻ വേണ്ടി. എങ്ങനെയാണ് ഭയഭക്തി ഒരാൾക്ക് ഉണ്ടാവുക? അതിങ്ങനെ പീടികന്ന് വാങ്ങാൻ കിട്ടുന്ന സാധനമാണോ? എവിടുന്ന് കിട്ടോ പൈസ കൊടുത്താല്? ഇല്ല. ലഅല്ലകും തത്തഖൂൻ, തഖ്വയുള്ളവർ ആകാൻ വേണ്ടി. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത്തഖ്വ ഹാഹുനാ, അത് എവിടെയാണ്? ഹൃദയത്തിലാണ്. തഖ്വ ഹൃദയത്തിലാണ്. അപ്പൊ ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവർ ആകാൻ വേണ്ടി. തഖ്വയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സകല വിജയങ്ങളും നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ അദ്ഖിയയിൽ പറഞ്ഞത് നമ്മളെല്ലാവരും പഠിച്ചതാണ്, തഖ്വൽ ഇലാഹു മദാറു കുല്ലി സഅദത്തിൻ, എല്ലാ വിജയങ്ങളുടെയും അടിസ്ഥാനം തഖ്വയാണ്. അപ്പൊ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു കാര്യം നമുക്ക് ഓർമ്മ വരണം. എന്താണ്? അന അഅലമകും ബില്ലാഹി വഅത്ഖാകും ബില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്നവൻ ഞാനാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നവരും ഞാനാണ്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്താ? അല്ലാഹുവിനെ കുറിച്ച് നന്നായിട്ട് അറിയണം. അറിഞ്ഞ ഒരാൾക്കല്ലേ ഭയപ്പെടാൻ സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാനാണ് ഏറ്റവും കൂടുതൽ അല്ലാഹുവിനെ കുറിച്ച് ഭയപ്പെടുന്നവൻ. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങേയറ്റം സ്നേഹിക്കുന്നു അല്ലേ? ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർ അവരല്ലേ? ബഹുമാനപ്പെട്ട അംബിയാ മുർസലീങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോകത്തിൽ സ്ഥാനമുള്ളവർ ആരാണ്? ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ്. എന്താണ് അത്രയും വലിയ സ്ഥാനം ലഭിക്കാൻ കാരണമായത്? എന്താണ്? ഞാൻ ഈ പറഞ്ഞതിന്റെ അതേ ഉത്തരാണ് ഇതിൽ വരുന്നത് അല്ലേ? എന്താ വരുന്നത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയേണ്ടതുപോലെ അറിഞ്ഞവരാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതാണ് തോനെ സ്നേഹിക്കേണ്ടെന്നല്ല. ഈ സ്നേഹം വരണം എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവണം? ഈ ആളെ സ്നേഹിക്കപ്പെടുന്ന ആളെ കുറിച്ച് ശരിക്കും അറിയണം. അത് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ശരിക്കും അറിഞ്ഞു. അതുകൊണ്ടല്ലേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എത്ര സ്നേഹമുള്ളവരാണ്. ഫസിദ്ഖു ഫിൽ വാരിവ സിദ്ദീഖു ലം യരിമ വഹും യഖൂലുന മാ ബിൽ വാരി മിൻ അരിമി. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ശത്രുക്കളുടെ അത്രയും വലിയ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നപ്പോ, മക്കയിൽ ഒരു നിലക്കും നിൽക്കാൻ കഴിയാത്ത രൂപത്തിൽ ശത്രുക്കൾ അവിടുന്ന് പ്രയാസപ്പെടുത്തിയപ്പോ, ഹിജ്റക്കൊരുങ്ങിയപ്പോ ഹബീബായ തങ്ങളുടെ കൂടെ ഒന്നും നോക്കാതെ തങ്ങളുടെ കൂടെ ഇറങ്ങിയവരാണ്
മുന്നിലായി നിന്നവരാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. തങ്ങൾ എന്താണോ പറയുന്നത് വേറൊരു ഡൗട്ട് അവിടെ ഇല്ല, ഉടനെ വിശ്വസിക്കും, വേറെ ഒന്നും ചിന്തിക്കൂല. ആദ്യമായി ഇസ്ലാമിലേക്ക് വന്നു, തങ്ങളെ മിഅ്റാജിന്റെ കഥകൾ പറഞ്ഞപ്പോ അങ്ങനെ ഉണ്ടായോ, ഞാൻ വിശ്വസിച്ചു. ഇസ്ലാം ആയതിനു ശേഷം മക്കയിൽ പോയി കഅബന്റെ അടുക്ക് പോയിട്ട് പ്രഖ്യാപിച്ചില്ലേ, അവിടുന്ന് എത്രയേറെ കാഠിന്യമായിട്ടുള്ള ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നു. എന്നാലും ഒരു പ്രശ്നമില്ല, കാരണം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റം അറിഞ്ഞു സ്നേഹിച്ചു പോയി. അപ്പൊ തഖ്വ ഉണ്ടാകണമെങ്കിൽ അല്ലാഹുവിനെ നമുക്ക് ശരിക്കും അറിയണം. അതിനുള്ള മാർഗത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഉള്ളത്. ഇൽമ് പഠിക്കുന്നതോടുകൂടി നമുക്ക് അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ സാധിക്കുന്നു. അപ്പോൾ നമുക്ക് ഭയഭക്തി കൂടുന്നു. അതാണ് ഒരു ആലിമിന്റെ നിസ്കാരം ഒരു സാധാരണക്കാരന്റെ നിസ്കാരം പോലെയാണോ, 2 റക്അത്ത് പോലെയാണോ? അല്ല, അതിന് ഇരട്ടി ഇരട്ടി ഫലങ്ങളാണ്, അതിന് കണക്കില്ല. അപ്പൊ എന്താ, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് നിസ്കരിക്കുന്ന നിസ്കാരത്തിന് പ്രതിഫലം ഏറെയാണ്. അപ്പൊ നമ്മുടെ ഹൃദയത്തിന് തഖ്വ ഉണ്ടാകണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ. അല്ലാഹു തഖ്വയുള്ളവരെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവനാണ്. സയ്യിദി മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ അദിഖിയയിൽ പറയുന്നുണ്ട്, തഖ്വ നമ്മുടെ ഹൃദയത്തിലാണല്ലോ വേണ്ടത്. ആ ഹൃദയം എപ്പോഴും ശുദ്ധി ഉണ്ടായിരിക്കണം. ആ ഹൃദയം ശുദ്ധിയാക്കാനുള്ള മാർഗങ്ങൾ 5 എണ്ണമുണ്ട്. ഒന്നാമത്തത് എന്താണ്? പരിശുദ്ധമായ ഖുർആൻ അർത്ഥമറിഞ്ഞു ഓതലാണ്. ബിതദബ്ബുരിൽ മഅനാ ഫതിലാവത്തും ബിതദബ്ബുരിൽ മഅനാ. അർത്ഥമറിഞ്ഞ് ഖുർആൻ ഓതാൻ സാധിച്ചാൽ നമ്മുടെ ഹൃദയം ഇങ്ങനെ പ്രകാശിച്ചു കൊണ്ടിരിക്കും. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ഇഖ്റഉ അലയ്യൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ എനിക്ക് ഓതിത്തരൂ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതി കൊടുക്കുന്നു. ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിനാ ബിക അലാ ഹൗലാഇ ഷഹീദാ. അന്ത്യനാൾ വന്നാൽ ഓരോ സമൂഹത്തിലെയും ഓരോ പ്രതിനിധികളെ അവർക്ക് സാക്ഷിയായി കൊണ്ടുവരുമ്പോൾ തങ്ങളുടെ ഉമ്മത്തിന് വേണ്ടിയിട്ട് തങ്ങൾ അവർക്ക് എതിരായി സാക്ഷിയായി വരുന്നൊരവസ്ഥ എങ്ങനെ ഉണ്ടാകും നബിയേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരയാൻ തുടങ്ങി. അവിടുന്ന് അതാ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവരാണ് അവിടുത്തെ ഉമ്മത്ത്. ആ ഉമ്മത്തിന് എതിരായി വരിക എന്നുള്ളത് ഹബീബായ തങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഖുർആൻ ഇങ്ങനെ അർത്ഥമറിഞ്ഞു കേട്ടാൽ കരച്ചിൽ വരണം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓതാൻ തുടങ്ങിയാൽ ലാ യംലികു ദംഉഹു, കരച്ചിൽ പിടിച്ചു വെക്കാൻ നിയന്ത്രിക്കാൻ സാധിക്കാറില്ലായിരുന്നു. ബഹുമാനപ്പെട്ട ഫുളൈല് തങ്ങളെ അറിയൂലേ? എന്താണ് ഫുളൈല് തങ്ങളെ കഥ? മഹാനവർകൾ വലിയ കൊള്ളക്കാരനായിരുന്നു. വഴിയോരത്ത് വരുന്ന ആളുകളെ മുഴുവനും ഉപദ്രവിച്ചുകൊണ്ട് അവരുടെ കയ്യിലുള്ള സമ്പത്തെല്ലാം പിടിച്ചു വെക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു. ആ ഇടയാണ് മഹാനവർകൾക്ക് ഒരു സ്ത്രീയുമായിട്ട് സ്നേഹമുണ്ടാകുന്നത്. അങ്ങനെ സ്ത്രീയുടെ അടുക്കലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, ആ വീടിന്റെ മതിൽ എടുത്തു ചാടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതാ ആ വീട്ടിൽ നിന്നും ഓത്ത് കേൾക്കുകയാണ്. മഹാനവർകൾ ആ വീടിന്റെ മതിൽ എടുത്തു ചാടാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടുന്ന് ഒരു ഓത്തു കേൾക്കുകയാണ്. ഈ സ്നേഹിക്കപ്പെടുന്ന സ്ത്രീയിൽ നിന്നാണ് ആ ഓത്തു കേൾക്കുന്നത്. അലം യഅനി ലില്ലദീന ആമനൂ
അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹുവിനെ ഭയപ്പെടാൻ സമയമായിട്ടില്ലയോ? മഹാനവറുകൾ പറയുന്നു, അതെ, സമയമായിട്ടുണ്ട്. ബലാ ഖദ് ആൻ, ഇപ്പോൾ ആയിട്ടുണ്ട്. എന്താണ്? പരിശുദ്ധമായ ഖുർആനിൽ ആയത്തങ്ങ് കേട്ടപ്പോ അതിലേക്ക് മഹാനവറുകൾ വീണുപോയി. ഉടനെ തൗബ ചെയ്യുന്നു, ഇനി ഞാൻ ആ തെറ്റിലേക്ക് പോകുന്നില്ല. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാൻ വേണ്ടി വാളെടുത്തിറങ്ങിയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതാ കുതിരപ്പുറത്ത് കയറിയിട്ട് ഹബീബായ തങ്ങളുടെ വീട് ലക്ഷ്യമാക്കി പോകുന്നു. ആ സമയത്താണ് അറിയുന്നത് തന്റെ പെങ്ങൾ ഇസ്ലാമിലേക്ക് പോയിട്ടുണ്ട്. ഉടനെ പോകുന്നു പെങ്ങളുടെ വീട്ടിലേക്ക്. പെങ്ങളുടെ വീട്ടിലെത്തിയപ്പോ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലെത്തിയപ്പോ അവിടെ നിന്നും കേൾക്കുന്നത് ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ. ഈ ആയത്തുകളാണ് അങ്ങനെ കേൾക്കുന്നത്. ആദ്യം വന്ന ആ വരുത്തിൽ വാതിൽ ചവിട്ടി തുറക്കുകയും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെയും അവിടുത്തെ ഭർത്താവിനെയും അടിച്ചു. അവിടെ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. മൂപ്പര് കട്ടിനടിയിൽ പോയി ഒളിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ് വരുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഒരു വൈക്ക് പോയ പിശാച് ഇപ്പുറത്ത് വയ്ക്കാൻ നടക്കുക. ആദ്യം കിട്ടിക്കണം നല്ലോണം. അത്രയും പേടി എല്ലാവർക്കും. പക്ഷേ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അവിടുന്ന് ഒരിക്കലും തളർന്നു പോയിട്ടില്ല. അവിടുന്ന് അങ്ങനെ തന്നെ നിന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. അവിടുന്ന് ചോദിച്ചു, അല്ലയോ ഫാത്തിമ, നിങ്ങൾ ഓതിയ ആ ഖുർആൻ ഉണ്ടല്ലോ, ആ ഗ്രന്ഥമുണ്ടല്ലോ, എനിക്കൊന്ന് തരുമോ? ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ തൻസീലും മിർ റബ്ബിൽ ആലമീൻ. ഇത് ശുദ്ധിയില്ലാത്തവർക്ക് ഓതാൻ പറ്റൂല. ശുദ്ധിയില്ലാത്ത ആളുകൾ ഇതിനെ സ്പർശിക്കാൻ പാടില്ല. ഇത് ലോകരക്ഷിതാവായ അല്ലാഹുവിൽ നിന്ന് വന്ന ഗ്രന്ഥമാണ്. ശുദ്ധിയായിട്ട് വരൂ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ശുദ്ധിയായിട്ട് വന്നു. പരിശുദ്ധ ഖുർആൻ അങ്ങ് കേട്ടപ്പോൾ ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് പോയിട്ട് സുന്ദരമായ ഇസ്ലാമിന്റെ വഴികൾ സ്വീകരിച്ചു കൊണ്ടുവന്നില്ലേ? ആരാണ് പരിവർത്തനം ഉണ്ടാക്കിയത്? പരിശുദ്ധ ഖുർആനല്ലേ. കലാമുൻ ഖദീമുൽ ലാ യുമല്ലു സമാഉഹു തനസ്സഹ അൻ ഖൗലിൻ വ ഫിഅലിൻ വ നിയ്യതി. അതേ, എത്ര കേട്ടാലും മടുക്കാത്ത, എത്ര ഓതിയാലും ചടപ്പുകൾ വരാത്ത പരിശുദ്ധമായ ഖുർആനല്ലേ. ഞാനും നിങ്ങളും ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു കഥ കേട്ടു കഴിഞ്ഞാൽ രണ്ടാമത് നമ്മളത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ എത്ര കാലമായി സൂറത്തുൽ ഫാത്തിഹ ഓതുന്നു, എത്ര കാലമായി മുഅവ്വിദത്തൈനി ഓതുന്നു, എത്ര കാലമായി സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നു. നമ്മൾക്കാർക്കെങ്കിലും ചടപ്പ് വന്നോ? നമുക്കാർക്കെങ്കിലും അതിനോടൊരു ഇഷ്ടക്കേട് വന്നോ? വരൂല കലാമുൻ കദീമുൽ ലാ യുമല്ലു സമാഉഹു. വല്ലാത്ത അത്ഭുതമുള്ള ഗ്രന്ഥമാണ്, മനുഷ്യ നിർമ്മിതിയല്ല. എനിക്കും നിങ്ങൾക്കും ഏറ്റവും വലിയ സൗന്ദര്യം തന്ന റബ്ബുണ്ടല്ലോ. ഈ ലോകത്തെ മുഴുവനും സൗന്ദര്യത്തോടെ പടച്ച റബ്ബ് നമ്മൾ പല സാധനങ്ങളും കാണുമ്പോൾ, പല അത്ഭുതങ്ങളും കാണുമ്പോൾ കോരിത്തരിക്കാറില്ലേ? ഈ അത്ഭുതങ്ങൾ മുഴുവനും പടച്ച എന്റെയും നിങ്ങളുടെയും റബ്ബായ അല്ലാഹു
അവന്റെ കലാമാണ് കലാമുൻ കരീമുല്ല യുമല്ലു സമാഉഹു. അപ്പൊ അത്രയും ജമാലും ജലാലും ഉള്ള അള്ളാഹുവിന്റെ കലാമാണ്. ഇബ്നു മസ്ഊദ് ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അതിലെ ഒരു ചന്തയിൽ നിന്ന് ഒരു അടിമയെ വാങ്ങിയപ്പോൾ അടിമ എന്താണ് ആവശ്യപ്പെട്ടത്? എനിക്ക് ഖുർആൻ ഓതിത്തരൂ. ഹാ ഹിയ ലദ്ദത്തുൻ ഖബരി ഹാ ഹിയ ലദ്ദത്തുൻ നദരി. എന്തൊരു മാധുര്യമുള്ള കലാമാണ്. ഹബീബായ തങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവിടുത്തെ ശത്രുക്കൾ മുഴുവനും തങ്ങളെ എതിർത്തെങ്കിലും അവരൊക്കെ മറയുടെ പിന്നിൽ നിന്ന് ഖുർആൻ കേൾക്കാൻ പോകുന്നവരായിരുന്നു. ഒക്കെ കുറ്റം പറയും, എന്നാലും ഒളിച്ചു പോയിട്ട് ഖുർആൻ കേൾക്കും. സഹാബത്തിന്റെ ഖുർആനൊക്കെ കേൾക്കും. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശത്രുക്കളുടെ ശത്രുത സഹിക്കാൻ വയ്യാതെ മക്കയിൽ നിന്ന് പോകുന്ന സമയം ആദ്യം സിദ്ദീഖ് തങ്ങളാണ് പോകാൻ ഒരുങ്ങിയത്. ആ സമയത്ത് മക്കയിലുള്ള ഒരു മനുഷ്യൻ സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പോകാൻ പാടില്ല, നിങ്ങൾ ഈ നാടിനും നാട്ടുകാർക്കും സമൂഹത്തിനും മുഴുവനും ഉപകാരം ചെയ്യുന്നവരാണ്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നിങ്ങൾ ആവശ്യമാണ്. ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾക്ക് വീടിന്റെ സൈഡിൽ ഒരുക്കി കൊടുത്തു. പക്ഷെ സിദ്ദീഖ് തങ്ങൾ ഓത്ത് കേൾക്കാൻ തുടങ്ങിയപ്പോൾ എന്നും ആ വീടിന്റെ ചുറ്റും ആളുകളാണ്. അങ്ങനെ ആളുകൾ ഇസ്ലാമിലേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പൊ പിന്നെ ശത്രുക്കൾ പിന്നെയും പ്രശ്നം ഉണ്ടാക്കി, ഇത് നടക്കൂല. ഓത്ത് കെട്ടിട്ട് ഇങ്ങനെ വരിക, ഖുർആനിന്റെ ഓത്ത് കെട്ടിട്ട് വരുന്നത്, വേറെ വാടും വടിയൊന്നും എടുത്തില്ല. മനസ്സിലായില്ലേ? അവരുടെ സ്വഭാവ ശുദ്ധി കൊണ്ട് പരിശുദ്ധമായ ഖുർആനിന്റെ ഓത്ത് കേട്ടുകൊണ്ട് ആളുകൾ ഇസ്ലാമിലേക്ക് വരികയാണ്. അപ്പൊ ഒരു തെക്കുവയുള്ള ആളാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സമീപനം തന്നെ ബാക്കിയുള്ള ആളുകൾക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കും. ഷെയ്ഖുന സുൽത്താനുൽ ഉലമയുടെ അടുക്കൽ പോയാൽ നമുക്കൊക്കെ ഒരു വലിയൊരു മാറ്റമല്ലേ അല്ലേ? അവിടുന്ന് ഒരു സദസ്സിലേക്ക് വന്നാൽ തന്നെ ഒരു സമാധാനം. അതെന്താ? അള്ളാഹുവിനെ പേടിച്ചവരാണ്. അള്ളാഹുവിനെ ഒരാൾ പേടിച്ചാൽ അവരെല്ലാവരും പേടിക്കുന്നു. സിംഹവും പുലിയും ആരും തന്നെ അവർക്ക് അള്ളാഹുവിനെ പേടിയുള്ളൂ, വേറെ ആരും അവർക്ക് പേടിയില്ല. അപ്പൊ അറിവുള്ളവർക്കാണ് അതിനൊക്കെ സാധിക്കുക. ഇന്നമാ യഖ്ശല്ലാഹു മിൻ ഇബാദിഹി അൽ ഉലമാ. ആലിമീങ്ങൾക്കാണ് അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പേടിയുണ്ടാവുക. അള്ളാഹുവിനെ നന്നായിട്ട് നമുക്ക് അറിയാനുള്ള മാർഗമാണ് നമ്മൾ ഇൽമ് പഠിക്കുക എന്നുള്ളത്. അപ്പൊ നമ്മുടെ തഖ്വ എങ്ങനെ വർദ്ധിക്കും? തഖ്വ വർദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ നോമ്പ് കൊണ്ട് കാര്യമുണ്ടായി. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് അത് കീഴിൽ പറയുന്നതാണ്, ഇതെല്ലാം നമുക്ക് റമദാനിൽ സാധിച്ചെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഈ 5 കാര്യങ്ങളും പരിശുദ്ധമായ ഖുർആനിലെ നമ്മളൊക്കെ തഫ്സീർ ഓതുന്നവരാണ്. കുറച്ച് ഭാഗം അർത്ഥം നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക, നമ്മൾ സ്ഥിരമായിട്ട് ഓതുന്ന ഭാഗങ്ങൾ. രണ്ടാമത്തത് എന്താ പറഞ്ഞത്? ബത്നിൽ ഖല, വയറ് കാലിയാക്കുക. അപ്പൊ തഖ്വ കൂടും, ഹൃദയം ശുദ്ധിയാവും. നമ്മൾ റമദാനിൽ ഓൾറെഡി എന്താണ്, നമ്മൾ പകൽ ഒന്നും കഴിക്കുന്നില്ല. അപ്പം വിചാരങ്ങളൊക്കെ നമുക്ക് കുറയും. അപ്പം നമുക്ക് നന്നായിട്ട് പരിശുദ്ധമായ ഖുർആൻ ഓതാനുള്ള ചിന്തയുണ്ടാവും. അത് നമ്മൾ ഉറങ്ങി തീർക്കാൻ മാത്രം പാടില്ല. ഉറക്ക് നല്ലതാണ്, ആവശ്യത്തിന് വേണം. എന്നാൽ നമ്മുടെ പ്രധാനപ്പെട്ട ഇബാദത്തുകൾക്ക് കോട്ടം വരുന്ന രൂപത്തിൽ നമ്മൾ അതിനെയൊന്നും മികക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ പരിശുദ്ധമായ ഖുർആൻ നന്നായിട്ട് ഓതണം. ഖുർആൻ ഇങ്ങനെ ഓതുമ്പോൾ നമുക്ക് തുടക്കത്തിലൊക്കെ ചിലപ്പം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അത് നമ്മുടെ പ്രശ്നമാണ് അല്ലേ? പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നമ്മളൊക്കെ കേൾക്കുന്ന ഒരു കാര്യമാണ് എന്ത്? പിശാചിനെ കെട്ടിയിടും. എന്നിട്ട് എന്താ ഉസ്താദെ എനിക്ക് ഇങ്ങനെ സിനിമ കാണാൻ തോന്നുന്നു, എന്നിട്ടെന്താ എനിക്കിങ്ങനെ പുറത്തു പോയിട്ട് റോക്കറ്റ് അടിക്കാൻ തോന്നുന്നു. റോക്കറ്റ് പറഞ്ഞൊരു വെള്ളമല്ലേ, ആരോഗ്യത്തിന് നശിപ്പിക്കണം. ഒരുപാട് വെള്ളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. റമദാനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ആരോഗ്യം എന്നുള്ളത്. പലപ്പോഴും നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ട റമദാനിലാണ്. കാരണം പകലിൽ മുഴുവനും ഈ വയറിനെ കാലിയാക്കിയിട്ട് രാത്രി പാട്ട് നോമ്പ് തുറക്കുമ്പോൾ സകല സാധനങ്ങളും കൊണ്ട് അടിച്ചു വീഴുക പള്ളിയിലേക്ക്. സാധാരണ ഒരു സ്ഥലത്ത് റോക്കറ്റോ മിസൈലൊക്കെ വീടിനോടത്ത് മനുഷ്യന്മാർക്ക് നിൽക്കാൻ കഴിയില്ല. അങ്ങനത്തെ സ്ഥലത്ത് നിന്നാ വീഴുക. ഇതോ വയറിൽ കൊണ്ടിട്ടാണ്. എന്തൊക്കെ നശിച്ചു പോവുക? കിഡ്നി ഉണ്ടാവും നമുക്ക്. ഒരു മനുഷ്യന് ആരോഗ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിഅമതാനി മഗ്ബൂതാനി കസീറു മിനൻ നാസ്. ജനങ്ങളിൽ നിന്ന് അധികം ആളുകളും വഞ്ചിക്കപ്പെടുന്ന 2 കാര്യം എന്നാണ്. ഒന്ന് ഒഴിവ് സമയവും, പിന്നെന്താണ്? രോഗത്തിന് മുമ്പുള്ള ആരോഗ്യം.
രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ നമ്മൾ തുടങ്ങും ചികിത്സ ഇങ്ങനെ തുടങ്ങും. ഉസ്താദുമാരോട് പ്രാർത്ഥിക്കാൻ പറയും. നമുക്ക് ചെറിയൊരു അസുഖം വന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മതി. നമ്മൾ ആ സമയത്ത് അല്ലാഹുവേ ഞാൻ ഇനിയൊന്നും തെറ്റുകളൊന്നും ചെയ്യൂല, ഞാൻ ഇനി നല്ലതുപോലെ ജീവിക്കും, അല്ലേ? നമ്മളങ്ങനെ കുറെ ദൃഢനിശ്ചയങ്ങളൊക്കെ എടുക്കും. എന്നാൽ നമ്മൾ ആരോഗ്യം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് ആലോചിക്കോ? ഇല്ല. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എങ്ങാനും തിട്ടപ്പെടുത്താൻ നോക്കിയാൽ, തിട്ടപ്പെടുത്താൻ നോക്കിയാൽ നമുക്കാർക്കും സാധ്യമല്ല. നമ്മുടെ ശരീരം തന്നെ എന്തൊക്കെയാണ്. ഈ ശരീരം എപ്പോഴെങ്കിലും ഒന്ന് പണി മുടക്കിയാൽ നമ്മൾ ഹോസ്പിറ്റലുകളിൽ എത്രയാണ് പണം ചിലവഴിക്കേണ്ടത്? അപ്പോഴേ അത് ചിന്തിക്കുകയുള്ളൂ. നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗം ഒന്ന് പണി മുടക്കിയാൽ മതി, നമ്മുടെ ഈ സുഖമുള്ള ജീവിതത്തിന് തടസ്സമായി. അള്ളാഹു തന്ന അനുഗ്രഹമാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് അനുഗ്രഹം നിലനിർത്താൻ വേണ്ടി നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം. അതിനെന്ത് വേണം? ലൈൻ ശകർതും ലഅസീദന്നകും. നിങ്ങൾ എനിക്ക് നന്നായിട്ട് നന്ദി ചെയ്യുന്നവരായാൽ നിങ്ങളുടെ അനുഗ്രഹങ്ങളെ നാം വർദ്ധിപ്പിച്ചു തരും. അങ്ങനെ നമ്മൾ നന്ദി ചെയ്യാം. അല്ലാഹുവിനെ വേണ്ടതുപോലെ തഖ്വ ചെയ്യണം. വഫഅലൂ മാ അമറകുമുല്ലാഹ് വൻതഹൂ അമ്മാ നഹാകുമുല്ലാഹ്. അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം. അതേസമയം വിരോധിച്ചതെല്ലാം നമ്മൾ ഒഴിവാക്കണം. ഇതാണ് തഖ്വയുടെ ചുരുങ്ങിയ രൂപം. അല്ലാഹു നമ്മളെ എല്ലാവരെയും തഖ്വയുള്ളവരാക്കട്ടെ. ബഹുമാനപ്പെട്ട മാഇസ് റളിയല്ലാഹു അൻഹുവിനെ അറിയില്ലേ? അവരതാ ഒരിക്കൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വരുന്നു. എന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ് തുഹിർനി, യാ റസൂലല്ലാഹ് എന്നെ ഒന്ന് ശുദ്ധിയാക്കി തരണേ തങ്ങളെ. ഹബീബായ തങ്ങളെ ചോദിക്കുന്നു, ഓ മാഇസ് എന്നവരെ, നിങ്ങൾ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യൂ. നിങ്ങൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തെങ്കിൽ നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്തു മടങ്ങൂ. ബഹുമാനപ്പെട്ടവര് പോയില്ല, കുറച്ചങ്ങോട്ട് പോകും, വീണ്ടും തിരിച്ചു വരുന്നു. തങ്ങളോട് പറയുന്നു, തുഹിർനി യാ റസൂലല്ലാഹ് എന്നെ ശുദ്ധിയാക്കി തരണേ തങ്ങളെ. ഇങ്ങനെ ആവർത്തിച്ചു വന്നപ്പോൾ തങ്ങൾ ചോദിച്ചു, എന്ത് പറ്റി? അവിടുന്ന് പറഞ്ഞു, തങ്ങളെ ഞാൻ സിന ചെയ്തു പോയി, ഞാൻ വലിയ വ്യഭിചാരത്തിന്റെ തെറ്റു ചെയ്തു പോയി തങ്ങളെ. എന്നെ ശുദ്ധിയാക്കി തരണേ. അങ്ങനെ അതാ ഹബീബായ തങ്ങളെ അവിടുന്ന് അതാ ശിക്ഷ കൊടുക്കുന്നു. ബഹുമാനപ്പെട്ടവരതാ അവിടെ നിന്ന് ഷഹീദാവുകയാണ്. ഖിസാസ് ചോദിച്ചു വാങ്ങി, അള്ളാഹുവിനോട് ഖേദിച്ചു. ഹബീബായ തങ്ങളോട് എല്ലാം തുറന്നു പറഞ്ഞു, മറച്ചു വെച്ചില്ല. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ലോകം നശ്വരമാണ്, എന്നെന്നും ജീവിക്കേണ്ട ലോകം അത് ആഖിറ ലോകമാണ്. അവിടെ എന്റെ സുഖങ്ങൾ കുറഞ്ഞുകൂടാ. ഇവിടുന്ന് ശിക്ഷ ലഭിച്ചാലും, ഇവിടുന്ന് ഞാൻ ഈ ഏറുകൊണ്ടാലും, ഏറുകൊണ്ട് എന്റെ ശരീരത്തിൽ നിന്നുള്ള ഇറച്ചി കഷ്ണങ്ങൾ തെറിച്ചു വീണാലും, രക്തം ഇങ്ങനെ ധാരധാരയായി ചിന്തിയാലും എനിക്ക് കുഴപ്പമില്ല. റദീതു ബില്ലാഹ് വറദീതു റസൂലുള്ളാഹ്. എനിക്ക് എന്റെ റബ്ബിന്റെ തൃപ്തിയാണ് വേണ്ടത്, എന്റെ ഹബീബായ തങ്ങളുടെ തൃപ്തിയാണ് എനിക്ക് വേണ്ടത്.